Hi. Welcome to the next episode of Couplepreneurs. Today, we are revealing the secrets of romancing the review. ഇങ്ങനെ ഫാമിലി റൺ ചെയ്ത് പോകാനുള്ള എക്സ്പെൻസുകൾ മാത്രം കയ്യിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സാറ് പറഞ്ഞ കൊറോണ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ജോബിന്റെ കാര്യത്തിലും അത്ര സെക്യൂർഡ് അല്ല. നമുക്ക് കുറെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും ഫിയറും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടും പിന്നെ ഹാംലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കണം. നമ്മുടെ ബ്രാൻഡ് അതിലൂടെ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ഉണ്ടായിരുന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് നേരിൽ അറിയുന്ന കർഷകർ ഇതുപോലെ ഈ കുന്നുങ്കായൊക്കെ ചെയ്യുന്നവരധികം അങ്ങനെ രാസവളങ്ങളൊന്നും വലുതായിട്ട് ചേർത്തിട്ടല്ല ചെയ്യുക. അത് എളുപ്പം ഫാമിങ് ചെയ്യാൻ എളുപ്പമുള്ളതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ നമ്മൾ നേരിൽ അറിയുന്ന നമുക്ക് പരിചയമുള്ള ഫാർമേഴ്സിന്റെ അടുത്ത് നിന്നും നമ്മൾ ഡയറക്റ്റ് അത് സോഴ്സായിട്ട് നോക്കും. നമ്മളെല്ലാവരും പുതിയൊരു ജീവിത രീതിയിലോട്ട് മാറി. അന്നത്തെ പോലുള്ള അധ്വാനിച്ചിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം മാറിയില്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് മാറി. അപ്പൊ നമുക്ക് ഇത്രയും കാലറീസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചിട്ടില്ല. ഇതാണ് നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമല്ലാതെ തോന്നും. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് ഒരു പ്രോബ്ലം ആയി കഴിയുമ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ, ഇതാണല്ലോ പ്രശ്നം തോന്നുന്നു. സ്നേഹ, ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കൂടെ 3 വർഷത്തിലധികമായിട്ട് 3 വർഷമല്ല, എനിക്ക് തോന്നുന്നു മോർ ദാൻ 4 years ആയിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. 4 വർഷമായോ? 4 വർഷമായിട്ടാണ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ആണ് അവര്. ഓക്കെ, വെൽക്കം ഫിറോഷ് ആൻഡ് നൂർജഹാൻ. ഹായ്. അപ്പൊ ഫിറോഷ്, നമ്മള് 4 വർഷത്തോളായി സ്നേഹയുടെ പറഞ്ഞ പോലെ 2021 എനിക്ക് തോന്നുന്നത് ജൂൺ ഓർ ജൂലൈയിൽ തന്നെയാണ് നമ്മൾ അസോസിയേറ്റ് ആയത്. എക്സാക്ട്ലി 4 years കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ബിസിനസ് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഇറ്റ് മീൻസ് ഗ്രീൻ മീൻ സൊല്യൂഷൻ തന്നെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്നത് നിങ്ങളാണ്. ബാക്കി നമ്മുടെ തന്നെ കൈകളിലുള്ള കൈക്കറികൾ മാർക്കറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു കൊറോണയുടെ ടൈമിലായിരുന്നു കൊറോണയുടെ ടൈമിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2020 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2020 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓൺലൈൻ കോൺസെപ്റ്റിന്റെ ആയിരുന്നു. പക്ഷെ എങ്ങനെ ഇന്നുള്ള ആ ഒരു സ്ട്രക്ചറിലോട്ട് എത്തണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ ആഡുകളൊക്കെ ചെയ്ത് അങ്ങനെ പോവായിരുന്നു. ഒരു ദിവസം ഞാൻ ഗൂഗിൾ ആഡ്സ് എന്താന്നുള്ളത് പഠിക്കാൻ വേണ്ടി ചെയ്തത്. നമ്മൾ ഏത് ടൈലൻഡ് എറർ മെത്തേഡാണ്, ലൈഫ് മൊത്തം ടൈലൻഡ് എറർ മെത്തേഡ്. അപ്പൊ നമ്മൾ അതുപോലെ ഒരു ഗൂഗിൾ ആഡ് ചെയ്ത് നോക്കിയതാ. ആ ഗൂഗിൾ ആഡ് ചെയ്ത് നോക്കിയതിൽ നിന്ന് ഗ്രീൻ മിന്നിലെ ഒരു എക്സിക്യൂട്ടീവ് എന്നെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ കുട്ടി സംസാരിച്ചു. അതിലപ്പോ നമ്മളൊരു വലിയ, ടു ബി ഫ്രാങ്ക്, നമ്മൾ വലിയൊരു പിടിവല്യ ഇല്ലാതെ നിൽക്കുകയാണ്. സ്റ്റാർട്ട് ഒരു സ്ഥാപനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2020 സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർഷം 2019 ഓൺവേർഡ്സ് മൈൻഡിൽ ഇങ്ങനെ ഒരു ഐഡിയോളജി ഉള്ളിലുണ്ട്. 2020 സ്റ്റാർട്ട് ആയത്. മാരേജ് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ നിങ്ങൾ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യായിരുന്നു? അതെ, രണ്ടുപേരും ഇൻഡിവിജ്വലി വർക്ക് ചെയ്യും. രണ്ടുപേരും ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തന്നെയായിരുന്നു. നൂർജഹാൻ അഡ്മിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു കപ്പിളായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്തുകൊണ്ട് വിചാരിച്ചത്? അതായത് ഫാമിലിയിലേക്ക് ഒരാളെ മെമ്പറിനെ ഒരു പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണറായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ വരുന്ന ഇൻകം പുറത്തേക്ക് പോവില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? അതൊന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് 2017 മെയ് 1 മുതലാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളൊരു പാർട്ട്ണർ എന്നുള്ളതിലുപരി ഞങ്ങളൊരു ഫ്രണ്ട്ലി ആണ്, ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിൽ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇടയിൽ അത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള റിലേഷനോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള റിലേഷനോ ഇത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് മുതലേ എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ 2013 MBA കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പൊ
സാറിനായിരിക്കില്ല MBA കഴിഞ്ഞ് പാസ് ഔട്ട് ആവുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥാപനം സ്വപ്നം ഉണ്ടാവും. അന്ന് മുതലേ സ്വപ്നം ഉണ്ട്, സ്വപ്നം മാത്രമായി പോയി. അത് പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ലല്ലോ. ഫിറോഷാണോ ഇനീഷ്യേറ്റീവ് എടുത്ത്? ഫിറോഷാണോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ? നമുക്ക് ബിസിനസ് എന്നുള്ള സ്വപ്നം എന്റെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ലൈഫ് പാർട്ട്ണർ ആയ സമയത്താണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഡിസിഷനിലുള്ള പോരായ്മകളും മൈനസും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ പറയുന്നതല്ല ശരിയാണോ എന്നുള്ള അങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ഡിസിഷൻ എടുത്ത് പോവാണ്. അപ്പൊ എന്റെ ലൈഫിൽ ആള് വന്നത് പിന്നെയാണ് ഓക്കെ നമ്മൾ എടുക്കുന്നതിലും തെറ്റായിട്ടുള്ള ഡിസിഷൻസുകളൊക്കെ വരുന്നുണ്ട്, എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നുള്ളത് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാൻ തുടങ്ങിയത് ആളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് പാർട്ട്ണറാണ്. ലൈഫിൽ മാത്രമല്ല ബിസിനസ് നമ്മൾ ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ അതിലുള്ള മൈനസുകൾ ആൾ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും പിന്നെ ആളോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യുന്ന പോലെയായി. എന്ത് ഡിസിഷൻ എടുത്താലും ആളോടുകൂടി ഒന്ന് അല്ലേ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ചോദിച്ചു തുടങ്ങിയതാണ്. അപ്പൊ ബിസിനസ് ഉള്ള ഐഡിയോളജി വന്നപ്പോഴും അതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ കൊറോണയുടെ സമയത്താണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. അതിന് 1 വർഷം മുമ്പാണ് ശരിക്കും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് അത്. ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൺ ആവാൻ എത്തിപ്പെടുന്ന നമുക്കൊരു വെപ്രാളം ഉണ്ടായിരിക്കും. നമ്മള് ബിസിനസ്സിന് എല്ലാവരും പറയും കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് പറയും. നമ്മൾ തളരാതെ മുന്നോട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് രണ്ടുപേരും ജോലി റിസൈൻ ചെയ്തപ്പോ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, അപ്പൊ അതിന്റെ ഫാമിലിയുടെ സപ്പോർട്ട്, ഉപ്പ ഉമ്മയുടെ ഒക്കെ സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നോ ശരിക്കും? അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നോ? ഈ ഫിനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 0 ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു 1 ഇയർ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് നമ്മുടെ ഉണ്ട്. അതായത് ഫാമിലി കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള മാത്രം ബാക്കപ്പ് ഉണ്ട്. ബിസിനസ്സിൽ നിന്ന് പിന്നെ നമുക്ക് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാലോ, സ്റ്റാർട്ട് ചെയ്ത പാടൊന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഫാമിലി റൺ ചെയ്ത് പോകാനുള്ള എക്സ്പെൻസുകൾ മാത്രം കയ്യിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സാറ് പറഞ്ഞ കൊറോണ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ജോബിന്റെ കാര്യത്തിലും അത്ര സെക്യൂർഡ് അല്ല. നമുക്ക് കുറെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും ഫിയറും എല്ലാം ഉണ്ട്. പിന്നെ സാധാരണ കൊറോണ സമയത്ത് എല്ലാവരും ബിസിനസ് വൈൻഡപ്പാ ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്താണ് ഓൺലൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലുദിച്ചത്. അതെനിക്ക് ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യമാണ്. നമുക്ക് ഈ ആയുർവേദ പ്രൊഡക്ട്സ് ഓൺലൈനിൽ സെല്ല് ചെയ്യുന്ന, ഓൺലൈനിൽ മാത്രം ഫോക്കസ് ചെയ്ത് സെല്ല് ചെയ്ത വളരെ കുറച്ച് ബ്രാൻഡുകളുള്ളൂ. അതെങ്ങനെ ഓൺലൈനിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇതേപോലെ ഒരു ബ്രാൻഡ് ആക്കാൻ എന്തായിരുന്നു പ്രചോദനം? എന്തായിരുന്നു? അത് ആ കൊറോണയുടെ ഒരു ഇമ്പാക്ട് ആണോ? കൊറോണയുടെ ഒരു ഇമ്പാക്ട് ഉണ്ട് അതില്. പക്ഷെ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ആയുർവേദ പ്രൊഡക്ട്സിലല്ല തുടങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടും പിന്നെ ഹാംലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കണം, നമ്മുടെ ബ്രാൻഡ് അതിലൂടെ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ഉണ്ടായിരുന്നുള്ള കോൺസെപ്റ്റ്. അത് ആയുർവേദത്തിലോട്ട് എത്തിയതാണ്. അത് ആളുടെ ഒരു അഭിപ്രായം കൂടി നോക്കാം. ഈ നാച്ചുറൽ ഫ്ലോ എന്നുള്ള പേരാരാ കണ്ടുപിടിച്ച? അങ്ങനെ ഒരു പേരിടാൻ എന്താ കാരണം? ഈ നാച്ചുറൽ പ്രൊഡക്റ്റ് അതെ ഞങ്ങൾ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, സജഷൻ ആയിരുന്നു ശരിക്കും നാച്ചുറൽ ഫ്ലോ എന്ന് പറഞ്ഞ പേരൊക്കെ? അതാരെ സജസ്റ്റ് ചെയ്തെന്ന് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് നമ്മള് നാച്ചുറൽ ആയിട്ട് ഇരിക്കണല്ലോ പേര്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെടുത്തൊരു നെയിമാണ് നേച്ചർ ഫ്ലോ. അത് ഉൽപ്പന്നം തുടങ്ങുമ്പോ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് എങ്ങനെ ആയുർവേദത്തിലോട്ട് നമ്മൾ എത്തിച്ചേർന്നതാണ്. ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇത് പ്ലാൻ ചെയ്ത് അങ്ങനെയല്ലല്ലോ എല്ലാവരുടെയും ബിസിനസ്സിൽ നടക്കുക. അതൊരു നിയോഗം പോലെ അങ്ങ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിലോട്ട് എത്തിച്ചേർന്നതാണ്. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ തുടങ്ങിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഉൽപ്പന്നങ്ങൾ തുടങ്ങാന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ബേസും ഇല്ലേ, രണ്ടുപേരും റിസൈനും ചെയ്തു. ഒരു ബാക്കപ്പും ഇല്ല. ഒരു ബ്രാൻഡ് നെയിം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ സുഹൃത്തിന്റെ സഹായത്തോടുകൂടി ഒരു ലോഗോയും ഡിസൈൻ ചെയ്ത് അതിനൊരു ട്രേഡ് മാർക്കും എടുത്ത്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത് ട്രേഡ് മാർക്ക് എടുക്കണം, മീൻസ് അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രേഡ് മാർക്കും എടുത്ത് അങ്ങനെ തുടങ്ങിയ ഒരു സംഭവം ഐഡിയോളജി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പിന്നെ ഇങ്ങനെ നമുക്കൊരു ലിമിറ്റഡ് ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് 2-4 പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി ആയുർവേദ പ്രൊഡക്ട്സുകളിലോട്ടും ആയുർവേദിക് സപ്ലിമെന്ററി പ്രോട്ടീനിലോട്ടും ഞങ്ങൾ അങ്ങനെ സ്വിച്ച് ആവുക ചെയ്തത്. അതിനെക്കുറിച്ച് പ്രോട്ടീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഞങ്ങൾ അതിൽ എക്സൈറ്റ് ആയി. ഞങ്ങൾ തുടങ്ങിയ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബി ഫുഡ് ഉണ്ടല്ലോ,
നാച്ചുറൽ ബനാന പൗഡർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതെ 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 കുന്നങ്കായയുടെ പൊടിയൊടി നേന്ത്രൻ ബനാന പൗഡർ സ്റ്റാർട്ട് അതായത് ഞങ്ങൾ പഴമക്കാരൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്ക് പഴമക്കാർ കൊടുക്കുന്നത്. അതിന് ഇപ്പൊ പൊതുമക്കാരും കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ പോലെ അത് ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന ഈ നൂതന ബ്രാൻഡുകളെക്കാളും ഈ പുതിയ ബ്രാൻഡുകളെക്കാളൊക്കെ നല്ലതാന്ന് തോന്നുന്നു അല്ലേ? നാച്ചുറൽ ആയിട്ടാണ്, പ്യൂർലി പ്രോസസ് ചെയ്യുന്നതൊക്കെ നാച്ചുറൽ ആയിട്ടാണ്. ഞങ്ങൾ തന്നെയായിരുന്നു ആദ്യം പ്രോസസ്സിങ് ചെയ്തത്. അതായിരുന്നു എന്റെ വലിയൊരു ടാസ്ക് ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നത്. അതായത് ഇപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യണം, പുറത്ത് വന്നിട്ട് ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യണം. അങ്ങനത്തെ കോൺസെപ്റ്റ് ആയിരുന്നു. ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അതില് നമുക്ക് മാറ്റം പറയാൻ പറ്റും. നിങ്ങളുടെ ഇപ്പൊ ഒരു ബിസിനസ്സിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വൈഫ് നോക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഫിറോഷ് നോക്കുന്നത്? അത് ഞങ്ങൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഫുൾ ആളാണ് നോക്കുന്നത്. ഒരു ഡേ ടു ഡേ നടക്കേണ്ട എല്ലാ ഓപ്പറേഷൻസും ആളാണ് നോക്കുന്നത്. ബാക്കി മാർക്കറ്റിങ്ങും മറ്റു ഡിസിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യണമെങ്കിലോ പിന്നെ അതിന്റെ പുറകിലുള്ള റിസർച്ച്, അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, കാര്യങ്ങള്, അടുത്ത മൂവ്മെന്റ് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്ത് പോകും. ഡോക്ടേഴ്സിനൊക്കെ എംപ്ലോയ് ചെയ്തു. നമ്മള് പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ ഈ നാച്ചുറൽ പ്രൊഡക്റ്റിൽ നിന്ന് ആയുർവേദിക് പ്രൊഡക്ട്സുകളും ആയുർവേദിക് സപ്ലിമെന്റ് എന്ന് പറഞ്ഞു ഇതിലോട്ട് വന്നത്. അപ്പൊ നമ്മള് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മള് നല്ല സർവീസ് കൂടി കൊടുക്കണമല്ലോ. വെറുതെ ഓൺലൈനിൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഉപയോഗിക്കുന്ന രീതിയിലായി പോകാൻ പാടില്ല. നല്ല ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ ഒരു ഓഫ്ലൈൻ സ്റ്റോറുകൾ തുടങ്ങാൻ എന്താ താല്പര്യപ്പെടുന്നത്? ഓൺലൈൻ മാത്രം അതിന്റെ ഒരു സ്കോപ്പ് അനുസരിച്ചിട്ടാണോ അതോ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ മനസ്സിൽ? സ്കോപ്പ് അനുസരിച്ചിട്ടൊന്നും മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ബിൽഡ് ചെയ്ത ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി പോകണമെങ്കിൽ നല്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. നമ്മളൊരു സ്റ്റോക്കിസ്റ്റിന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം, സ്റ്റോക്കിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർക്ക് കൊടുക്കണം, ഈ കൊടുക്കുന്ന എല്ലാം ക്രെഡിറ്റ് കൊടുക്കണം. അങ്ങനെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ക്രെഡിറ്റ് സപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ അതിനെ പുഷ് ചെയ്യണം. അതിനുള്ള അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് നമുക്ക് ഹെവി ആയിട്ട് തോന്നി. ഞാൻ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ മേഖലയിലാണ് ഞാൻ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തിരുന്നതൊക്കെ. അപ്പൊ കൊറോണയുടെ ഒരു ഇമ്പാക്ട് വന്നപ്പോ എല്ലാവരും ഓൺലൈനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ 2019 മുമ്പൊന്നും ഇത്രയ്ക്കൊന്നും ആളുകൾ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ ഷോപ്പിംഗ് ആയിട്ട് ഓൺലൈൻ ട്രസ്റ്റ് ഇല്ല, ആരും വിശ്വസിക്കൂല, വാങ്ങൂല, അത്രയും ഒരു സംഭവങ്ങളില്ല. പക്ഷെ ഇത് വന്നതിൽ പിന്നെ ആ ഒരു എനിക്ക് തോന്നുന്ന ആ ഒരു ട്രെൻഡ് മാറി. മറ്റേ നമ്മളെ സൊമാറ്റോ പോലെയുള്ള ഫുഡ് ഡെലിവറി കമ്പനികളെല്ലാം നന്നായിട്ട് ബൂമായി. എല്ലാവരും ഡോർ ഡെലിവറി പ്രിഫർ ചെയ്യാൻ തുടങ്ങി. വീട്ടിലേക്കുള്ള സാധനങ്ങളടക്കം ഡോർ ഡെലിവറി പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോ നമുക്കിന്ന് ഓൺലൈൻ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരികയാണ് ചെയ്തത്. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഒന്നുമില്ല. കോൺസെപ്റ്റ് ഓൺലി കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഗൂഗിളായിട്ട് നമ്മൾ തന്നെ പഠിക്കുകയാണ്. ഇങ്ങനെ നോക്കി പഠിച്ച് ഗൂഗിളായിട്ട് ചെയ്ത് നോക്കുന്നു. ഇവിടെ നിന്നൊരു കോള് വരുന്നു. ആ കോള് വന്നിട്ട് നിങ്ങളുടെ ഏതൊരു വൺ എക്സിക്യൂട്ടീവ് ആരാണ് സംസാരിച്ചിരുന്നത്. എന്റെ സെക്കൻഡ് ഡേ ഒന്ന് എനിക്ക് മിൽട്ടൺ സാറുമായിട്ട് നമ്മളൊരു എനിക്ക് തോന്നുന്നത് ഞാൻ 45 to 1 hour നമ്മൾ സംസാരം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരോട് അങ്ങ് സംസാരിക്കുന്നത് ഓർക്കുന്നുണ്ടാവില്ല. ഞാനന്ന് ഒരാളോടാണല്ലോ സംസാരിക്കുന്നത്. ആ 45 minutes ആണ് എനിക്ക് ഇതിലോട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ലീഡ് നമുക്ക് ജനറേറ്റ് ലീഡ്സുകൾ എടുത്തിട്ട് അത് പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡറിൽ എടുക്കാൻ നോക്കാം, ഡയറക്റ്റ് ഉൽപ്പന്നം കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാന്നുള്ളൊരു ആശയം ഇപ്പൊ ഇന്ന് നടക്കുന്ന ഒരു ബിസിനസ്സിലോട്ട് തിരിഞ്ഞത് ഗ്രീൻ സൊല്യൂഷന്റെ ഒരു ഇതോട് തന്നെയാണ്. ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടിയോ ഒരു ഇതിന് വേണ്ടിട്ടോ പറയല്ല, ടു ബി ഫ്രാങ്ക് ആണ്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലോട്ട് വന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് ആയുർവേദ പ്രൊഡക്റ്റ് സ്വിച്ച് ചെയ്യാനുണ്ടായത് എന്തെങ്കിലും ഒരു ചേതോപകാരം ഉണ്ടോ? കാരണമുണ്ട്. അതായത് നാച്ചുറൽ പ്രൊഡക്ട്സ് കൊണ്ട് നമ്മൾ തുടങ്ങിയല്ലോ. ഈ നാച്ചുറലും ഓർഗാനിക്കും തമ്മിൽ ഡിഫറൻസിയേഷൻ. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ഫാമിംഗ് മെത്തേഡാണ്. അത് പിന്നെ ഇതുപോലെ ഇത് കീടനാശിനികളോ അങ്ങനെ സംഭവങ്ങളൊന്നും അടിക്കാതെ ഓർഗാനിക് ആയിട്ട് ഫാം ചെയ്ത പ്രൊഡക്റ്റുകളുടെ വിൽപ്പനയാണ് ഓർഗാനിക്. പക്ഷെ ഇപ്പൊ ഈ വരുന്ന ഈ ഓർഗാനിക് പേരിന് മാത്രം ഓർഗാനിക് എഴുതിയിട്ട് ഓർഗാനിക് പ്രൊഡക്ട്സ് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷേ ഓർഗാനിക് സർട്ടിഫൈഡ് ആക്കി പ്രൊഡക്റ്റ് ഇറക്കാൻ തോന്നുന്നു. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് അത്ര ഈസി അല്ല. അത് കേരളത്തിലൊക്കെ ഒരു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് എന്റെ അറിവ് ശരിയാണെങ്കിൽ, മേ ബി തെറ്റായിരിക്കും, അതിന്റെ അടിയിൽ നമുക്ക് ഇതിനേക്കാൾ അറിയുന്നവർ വേറെ ഉണ്ടാവും. എന്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട്, എന്റെ ഒരു നോളജ് അനുസരിച്ചിട്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ ഈസി അല്ല. നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ നമ്മൾ റോഡുകൾ ചുറ്റുപാടും റോഡുണ്ട്, വാഹനങ്ങൾ ഓടുന്നുണ്ട്, അതിൽ സ്മോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ അടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഫാം ചെയ്യുന്ന ഭാഗത്തെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ
നെൽകൃഷിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നെൽകൃഷിയില് നെല്ലില് അരിയിലൊക്കെ ഈ പുകയുടെ എഫക്ട് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഓർഗാനിക് അല്ലാതെ. അപ്പൊ എന്റെ അറിവനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഉള്ളിലായിരിക്കണം. ഈ വണ്ടി വാഹനങ്ങളുടെയോ പൊല്യൂട്ടഡ് ആവാത്ത ഒരു രീതിയിലുള്ള പൊല്യൂട്ടഡ് ആവാത്ത ഏരിയയിൽ ഫാം ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് അതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഉൽപ്പന്നങ്ങളാണ് എക്സാക്ട്ലി ഓർഗാനിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വന്നിട്ട് അങ്ങനെ ഓർഗാനിക് നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണെന്ന്. പെസ്റ്റിസൈഡ്സ് നമ്മള് ഫാർമേഴ്സിന് നമ്മൾ തെരഞ്ഞെടുത്തു. ഞാനിപ്പോ കുന്നങ്കായ പൗഡർ, കുന്നങ്കായ എന്ന് പറയുന്നതും ഈ നേന്ത്രങ്കായ പോലെ ഒരു കായാണ്, ബനാന വിഭാഗത്തിൽപ്പെട്ടാണ്. കുന്നങ്കായുടെ പൊടി എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒട്ടും കഫൊന്നും ഉണ്ടാക്കില്ല. എല്ലാരും കൊടുത്തിട്ടുണ്ടാവും. 3 months കഴിഞ്ഞാൽ തന്നെ ഉപയോഗിക്കും. 6 monthോളം നമ്മള് പാല് കൊടുക്കാനാണ് പറയുന്നത്. സാധാ പഴങ്ങളുടെ പൗഡർ ആവുമ്പോ പിന്നെ അത് കുട്ടികൾക്ക് കോൾഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കുന്നങ്കായലാവുമ്പോ അതില്ലെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കുന്നങ്കായലേക്ക് ഞങ്ങളുടെ പരിമിതമായ നോളജ് വെച്ച് അറിഞ്ഞിട്ടാണ് ഈ കുന്നങ്കായലോട്ട് എത്തുന്നത്. അതാണ് നമ്മുടെ പഴയ മുത്തശ്ശിമാരൊക്കെ, അമ്മമാരും അമ്മമാരും ഒക്കെ ഇവരുടെയൊക്കെ അഡ്വൈസ് നമ്മൾ എടുക്കും. ഇടയിൽ ഇവരുടെ അടുത്തൊക്കെ കുറെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ ഈ അഡ്വൈസുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിലോട്ട് വരുന്നത്. അപ്പൊ നാച്ചുറൽ ആണ് നമ്മൾ. ഓർഗാനിക് നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ അന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത്രയും സർട്ടിഫിക്കേഷൻ കവർ ചെയ്ത ആളെ കിട്ടണം. നമുക്ക് നാടനായിട്ടുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള കർഷകര്, അത് ഈ കുന്നങ്കായ പാലക്കാടാണ് കൃഷി ഒരുപാട് കർഷകരുണ്ട്, ഈ വാഴ കൃഷി ചെയ്യുന്നവരൊക്കെ നേരിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നേരിൽ അറിയുന്ന കർഷകർ ഇതുപോലെ ഈ കുന്നങ്കായൊക്കെ ചെയ്യുന്നവരധികം അങ്ങനെ രാസവളങ്ങളൊന്നും വലുതായിട്ട് ചേർത്തിട്ടല്ല ചെയ്യുക. അത് എളുപ്പം ഫാമിങ് ചെയ്യാൻ എളുപ്പമുള്ളതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ നമ്മൾ നേരിൽ അറിയുന്ന നമുക്ക് പരിചയമുള്ള ഫാർമേഴ്സിന്റെ അടുത്ത് നിന്നും നമ്മള് ഡയറക്റ്റ് അത് സോഴ്സ് ചെയ്യാണ് ചെയ്തത്. സോഴ്സ് ചെയ്തിട്ട് നമ്മള് ഈ ഡീഹൈഡ്രേറ്റർ മെഷീൻ ഉണ്ടല്ലോ, ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, അത് വെച്ച് ഉണക്കി അത് പൊടിച്ച് കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മളത് ഇനീഷ്യലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ആയുർവേദത്തിലോട്ട് എത്തിയെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിലാണ് തുടങ്ങിയത്. ഈ നാച്ചുറൽ പ്രൊഡക്ട്സുകൾ, ഈ ബനാന പ്രൊഡക്ട്സുകളും കുന്നങ്കായ പൗഡറുകളൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. അത് ചെറിയ നല്ല പ്രൊഡക്റ്റ്, എന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയല്ല, നല്ല ഉൽപ്പന്നമാണ്. പക്ഷെ അത് ജനങ്ങളിലോട്ട് അത്രത്തോളം എത്തിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോസ്റ്റും ഒബ്വിയസ്ലി നമുക്ക് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഉണ്ടല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളല്ല അത്. ഒരു 150 റുപ്പീസിനുള്ളിൽ വരുന്ന നോർമലി വരുന്ന ഒരു ഉൽപ്പന്നമാണ്. നമുക്ക് അതിൽ കൂടുതൽ അതിൽ പ്രൈസിങ് ചെയ്യാനും പറ്റില്ല. ഹെൽത്തി ആയിട്ടുള്ള പ്രൈസിംഗും കൂടി നമ്മൾ കൊണ്ടുപോകണല്ലോ, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസുമായിട്ട് മാച്ച് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ആ ഉൽപ്പന്നത്തിനെ മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് വെല്ലുവിളികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പ്രൈസിംഗ് ഒരു മാനദണ്ഡം അല്ലാന്ന് തോന്നുന്നു അല്ലെ? ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതാ പറഞ്ഞു, കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ക്വാളിറ്റി ആയിരിക്കും തോന്നുന്നു ഒരു മാനദണ്ഡം. നമ്മളിപ്പോ ഫുള്ളി നാച്ചുറലി ചെയ്യുന്നതാണ്. നമ്മള് വീട്ടുകാർ തന്നെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ കുട്ടിക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളത് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഒരു ബ്രാൻഡിങ് നടക്കാത്തതിന്റെ പേരിൽ ചിലപ്പോ വൈപ്പ് ഔട്ട് ആയതായിരിക്കാം. വൈപ്പ് ഔട്ട് ആയി എന്ന് പറയാനും പറ്റില്ല. മീൻസ് നമുക്ക് അതിനേക്കാളും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുമ്പോൾ നമ്മളൊന്ന് അതിനൊന്ന് ബാക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഇപ്പൊ പൂർണ്ണമായിട്ട് നിർത്തി. ഞാൻ തുടങ്ങിയാൽ അത് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ ഒരു ഹ്യൂജ് ടാസ്ക് ആണ്. നമ്മളതിന് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെ പ്രൈസിനേക്കാൾ അതിനൊരു എഫേർട്ട് ഉണ്ട്. പറയുന്ന പോലെയല്ല, ഈ ബനാന പൗഡർ ആക്കണമെങ്കിൽ അത് അതിന്റെ കറയൊക്കെ കളഞ്ഞത് ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് ഇതൊന്നും നമുക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരാണ്. പഠിച്ചൊന്നും ചുറ്റോടുമായിട്ട് ബന്ധപ്പെട്ടൊരു ബന്ധവുമില്ല. അപ്പൊ ഇത് മേക്കിംഗ് പ്രോസസ്സ് കുറച്ച് വലുതാണ്. അതിനനുസരിച്ച് നമുക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ ആവാം. മേ ബി നമ്മുടെ ഒരു മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റലി അതിനെ മാർക്കറ്റ് ചെയ്യാൻ അത്രയ്ക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്താൽ മാത്രമല്ല ഇത് വർക്ക് ആവുള്ളൂ. ഇന്ന് നമ്മൾ ഈ ആയുർവേദിക് പ്രൊഡക്ട്സുകളൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടെക്നിക്ക് അന്ന് അതിൽ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മാമുമായിട്ട് അസോസിയേറ്റ് ആകുന്ന സമയത്ത് എനിക്കൊന്ന് മാം തന്നെയാണെന്ന് എനിക്ക് ആമസോണിൽ അത് ലിസ്റ്റ് ഒക്കെ തന്നെയാണ് ലിസ്റ്റ് ചെയ്ത് തന്നതൊക്കെ തുടക്കത്തിൽ അതൊരു സൈഡിൽ കൂടി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണ് നമ്മൾ ഈ ആയുർവേദത്തിലേക്ക് സ്വിച്ച് ആയത്. അല്ല, ഈ നാച്ചുറൽ പ്രൊഡക്ട്സിൽ നിന്ന് ഹെർബൽ പ്രൊഡക്ട്സിലോട്ട് പോയി. ഹെർബൽ കോഫീസ്, ഹെർബൽ ടീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അഡീഷണൽ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളുടെ ബേബി ഫുഡുകളും തയ്യാറാക്കി ഈ ഹെർബൽ പ്രൊഡക്ട്സുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റേ മസാല ടീ, ഹെർബ്സ് ആഡ് ചെയ്തിട്ടുള്ള കോഫി, പിന്നെ അത്തരം പ്രൊഡക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. ടെക്നോളജി ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് ഞങ്ങൾ ഇതുപോലെ കുറച്ച് റിസർച്ച് ചെയ്തെടുത്തതും നമ്മുടെ പഴമക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങിയെടുത്ത് അറിഞ്ഞിട്ടുള്ള അവരുടെ റെസിപ്പിയൊക്കെ ഞങ്ങളൊരു റെസിപ്പിയാക്കി എടുത്തതാണ്. അതുപോലെ ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് പിന്നെ ഹെർബൽ പ്രൊഡക്ട്സ് ആയി. ഹെർബൽ പ്രൊഡക്ട്സിൽ നിന്നും മറ്റ് ഹെയർ ഓയിൽ പോലെയുള്ള ഉൽപ്പന്നങ്ങളിലോട്ട് സ്വിച്ച് ആയി. ഇത് തന്നെ മൂവ് ചെയ്ത് ആയുർവേദിക് പ്രൊഡക്ട്സിലോട്ട് എത്തിച്ചു. പിന്നെ നമ്മൾ കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ അപ്പത്തേക്ക് നിർത്തി. നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ ഈ ഫുഡ് ഐറ്റംസുകൾ മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റേ ഈ സപ്ലിമെന്ററി പ്രൊഡക്ട്സുകളും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ബ്രാൻഡിനെ മാത്രം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഐഡിയോളജിയിലോട്ട് പോയി. പ്രൊഡക്റ്റ് എടുത്തിട്ട് ബ്രാൻഡ് ചെയ്യും. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും നല്ല മികച്ച സപ്ലയേഴ്സിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞങ്ങൾ അവരെ കുറിച്ച് പഠിച്ച് അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ നേരിട്ട് ഫാക്ടറിക്ക് നേരിട്ട് വിസിറ്റ് ചെയ്ത് അവരുമായിട്ട് അങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച സപ്ലയേഴ്സിനെ ഫൈൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ഭൂരിഭാഗം കേരളത്തിൽ തന്നെയാണോ, കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ, എങ്ങനെയാണ് അത് ഇന്ത്യക്ക് പുറത്തുനിന്നുണ്ടോ നമുക്ക് ഓർഡറുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെ നിന്നാണ്? എസ്പെഷ്യലി ഞങ്ങൾ മലയാളീസിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് US-ലേക്കൊക്കെ നമ്മൾ ഈ ആരോമെക്സ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് വഴി ഇന്ത്യക്ക് പുറത്തും ധാരാളം ആയുർവേദിക്കിന്റെ മെഡിസിൻസുകളായിട്ട് ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കൂടുതൽ സപ്ലിമെന്റ്സ് ആണ്. ആയുർവേദിക് സപ്ലിമെന്റ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ട് വരുന്ന, ഡയറ്ററി സപ്ലിമെന്റ്സ് ആയിട്ട് വരുന്ന സപ്ലിമെന്റ്സുകളാണ് നമ്മൾ ജനറൽ വെൽനസിന് ഉപയോഗിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള സപ്ലിമെന്റ്സുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അത് നമുക്ക് അയച്ചു കൊടുക്കുന്നതിൽ ഇതുവരെ ഒരു തടസ്സം വലിയ രീതിയിൽ നേരിട്ടിട്ടില്ല. നമ്മൾ B2C ആണല്ലോ ചെയ്യുന്നത്. ബിസിനസ് ടു ബിസിനസ് അല്ല, ഡയറക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ ആർഗ്യുമെന്റ്സും തല്ലൂട്ടോ എല്ലാതും ഉണ്ടായിരിക്കും. ആ ഒരു പേഴ്സണൽ ലൈഫിലെ ആർഗ്യുമെന്റ്സും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ ഓഫീസിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ബിസിനസ് പ്രൊഫഷണലി ഉണ്ടാകുന്ന കുറെ ആർഗ്യുമെന്റ്സിലുണ്ടായിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടേക്ക് എങ്ങനെയാണ് മാച്ച് ചെയ്ത് പോകുന്നത്. അതായത് ഓഫീസിൽ ഉണ്ടാകുന്ന ആർഗ്യുമെന്റ്സ് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, വീട്ടിലുണ്ടാകുന്ന ആർഗ്യുമെന്റ്സ് ഓഫീസിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും? ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാ പോവാ. വീട്ടിലെത്തുമ്പോ അത് വീട്ടിലത്തെ ആർഗ്യുമെന്റ്സ് ആയിട്ട് മാറും. നന്നായി അതായത് ഓഫീസിലത്തെ ആർഗ്യുമെന്റ്സ് വീട്ടിലെത്തുമ്പോ വീട്ടിലത്തെ ആർഗ്യുമെന്റ്സ് വീട്ടിലത്തെ ആർഗ്യുമെന്റ്സ് നന്നായി സംസാരിക്കും. ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് നന്നായി സംസാരിച്ച് നമ്മളത് സോൾവ് ചെയ്യും. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തന്നെ അത്രേ ഉള്ളൂ. അതിനപ്പുറമൊന്നും ഇതുവരെ പോയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിൽ രണ്ടുപേർക്കും ഒബ്വിയസ്ലി ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും അല്ലെ? അങ്ങനെ ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് എത്താം? എന്റെ അടുത്ത് ചോദിക്കും ആള്, ഞാൻ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും അതിലൊരു ഡ്രോബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പൊ ആളതിങ്ങനെ ആലോചിക്കും. ആദ്യമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലും ആളും ആലോചിച്ചിട്ട് ഇത് കറക്റ്റ് ആണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഈക്വൽ ആയിട്ടാണ് എപ്പോഴും രണ്ടുപേർക്കും ഓക്കെ ആക്കിയിട്ടാണ് ഒരു ഡിസിഷൻ. രണ്ട് കാര്യങ്ങളാണ്. ഒരാള് ഓപ്പറേഷൻസും ഒരാള് മാർക്കറ്റിംഗും ഹാൻഡിൽ ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഫിനാൻസ് ആണ് ഒരാൾ ഹാൻഡിൽ ചെയ്യുന്ന, ഒരാൾ ഓപ്പറേഷൻസ് ഹാൻഡിൽ. അത് ഈ രണ്ടായിട്ട് പിരിച്ചതിലൊരു കാര്യമുണ്ട്. ഡേ ടു ഡേ ഓപ്പറേഷൻ ഓപ്പറേഷനിൽ ഞാൻ അധികം ഇടപെടാറില്ല. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഫുള്ളും ആളുടെ കൺട്രോളിലാണ്. അതിലിപ്പോ എനിക്കത് നടന്നു പോയാൽ മതിയല്ലോ. നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടന്നു പോയാൽ മതി പ്രോപ്പറായിട്ട്. അപ്പൊ എന്നെക്കാളും നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളും ഇതാണ്. നമ്മൾ പല ചിന്തകളും പല ഡിസിഷനിലും നമ്മൾ പല രീതിയിലായിരിക്കും ഡേ ടു ഡേ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പ്ലസന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അന്നത്തെ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു സംഭവം ഉണ്ട്. ഇംപ്ലിമെന്റേഷൻ തന്നെയാണ് വലിയ കാര്യം. നമുക്ക് കുറെ ഐഡിയകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങൾ തുടക്കം മുതലേ അങ്ങനെ വന്നുകൊണ്ട് നമ്മളൊരു ഐഡിയ എടുക്കുന്നു, അത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റും പാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആളുടെ ഹാൻഡ്ലിങ്ങിലാണ്. അത് ആളാണ് അത് ഡേ ടു ഡേ ഓപ്പറേഷൻ. ഞങ്ങൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാക്കും. ഒരു വർക്ക് എങ്ങനെ പോകണം എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കുന്നു. പിന്നെ ആളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതില് ആളുടെ അതിൽ കയറിയിട്ട് അധികം ഇടപെടാറില്ല. പിന്നെ ഈ ഒരു ഐഡിയ വരുന്ന സമയത്ത്, ഈ കോൺഫ്ലിക്റ്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത്
കുറെയൊക്കെ ഞങ്ങളുടെ ഐഡിയോളജി ഒരുവേ പോലെയാണ്. അത് ഒരേപോലെയാണ്. എങ്ങനെയാണ് ആ ചിന്താഗതി ഒരുപോലെ ആയതുകൊണ്ട് വലിയ കോൺഫ്ലിക്റ്റ് വരാറില്ലെങ്കിൽ പോലും കോൺഫ്ലിക്റ്റ് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഞങ്ങള് ഓഫീസ് വീട് എന്നുള്ളൊരു സെപ്പറേഷൻ ഞങ്ങൾക്കൊന്നും അത് തോന്നിയിട്ടില്ല. ഓഫീസ് വീട് എല്ലാം കണക്കാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴും എല്ലാം കണക്കാണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടേ പോകും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ. ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. വീട്ടിലെത്തിയിട്ടും ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. വീട്ടിലെത്തുമ്പോൾ നമ്മൾ വണ്ടിയിൽ കാറിൽ പോവുകയാണെങ്കിലൊക്കെ ഇത് തന്നെയായിരിക്കും, സംസാരം തീരുന്നില്ല. അതിങ്ങനെ ആവുമ്പോ അതൊരു പോയിന്റിലെത്തുമ്പോൾ സോർട്ട് ഔട്ട് ആവും, അതിനുള്ളൊരു ഉത്തരം കിട്ടും, ഒരു സൊല്യൂഷൻ കിട്ടും. നമുക്ക് ഇത്രയും കാലം എടുത്തല്ലേ ഒരു ലൈഫ് പാർട്ണർ എടുത്തൊരു ഡിസിഷൻ വളരെ ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ അങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യാനിട വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സ്പോട്ടിൽ ബ്ലെയിം ചെയ്യും, ഇല്ലാന്ന് വേണമെന്നാണ് പറയേണ്ടി വരും. ഒരു സ്പോട്ടിൽ ഇപ്പൊ അത് ആളധികം ചെയ്യാറില്ല. ഞാനെന്ന് തോന്നുന്നു ആരും ഒരു സംഭവം എടുക്കുന്ന ഒരു ഡിസിഷൻ എടുത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ ആ സ്പോട്ടില് ബ്ലെയിം തന്നെ. നീ ചെയ്തതാണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലെയിം. ശരിക്കും അത് കോമൺ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും, ഒരു മേജർ പങ്ക് നമ്മുടേതും ഉണ്ടാവും. പക്ഷെ ആ സ്പോട്ടിൽ റിയാക്ഷൻ അങ്ങനെയാണ്. പക്ഷെ അത് ഉൾക്കൊള്ളും. അത് ഈ പറഞ്ഞ പോലെ ഹാഫ് ആൻ അവർ മാക്സിമം. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും പഴയ പോലെ സാധാ പോലെ ഓപ്പറേറ്റ് ആയി. അല്ല, അതൊരു നല്ല ക്വാളിറ്റിയാണ് സത്യത്തില്. ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചു വരാൻ ചെയ്തുണ്ടാവാന്ന് പറയാം. ചിലര് അതിന്റെ മുകളിൽ ചിലരുണ്ട് എപ്പോഴും ഒരാളെ തന്നെ കുറ്റപ്പെടുത്തുന്ന കപ്പിൾസ്. അല്ല, അങ്ങനെ ഉണ്ടാവാം അല്ലെ, മേബി ഉണ്ടാവാം. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ നമ്മുടെ ഈ കേരള മാർക്കറ്റ് നേരത്തെ ചോദിച്ചപ്പോ ഞാൻ തോന്നിയില്ല, നമ്മുടെ കേരള മാർക്കറ്റിലാണ് നമുക്ക് ആയുർവേദ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആവുന്നത്. അത് കേരളം ഈ ഒരു ആയുർവേദത്തിന്റെ ഈറ്റിലം ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റൊരു കാര്യം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസോ അല്ലെങ്കിൽ ഒബിസിറ്റി പോലത്തെയുള്ള അസുഖങ്ങളൊക്കെ, ഒബിസിറ്റി പലരും അസുഖമായിട്ട് കണക്കാക്കുന്നില്ല. അമിതവണ്ണം ഒരു അസുഖമായിട്ട് പലരും കണക്കാക്കുന്നില്ല, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് പലരും കണക്കാക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു വൈഡ് റേഞ്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അമിതവണ്ണത്തിനുള്ളതുണ്ട്, അതേപോലെ പിന്നെന്താണ് വണ്ണം വെക്കാനുള്ളതുണ്ട്. ഇതേപോലെ പല പ്രൊഡക്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അഡൽസോളി പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ബ്യൂട്ടി ബൂസ്റ്റർ പ്രൊഡക്ട്സുകളുണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ലൈഫ് സ്റ്റൈൽ, പ്രമേഹം, ഡയബറ്റിക് വളരെ കൂടുതലുള്ളൊരു നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ഞാനിപ്പോ ഇന്നാളൊരു ആർട്ടിക്കിൾ വായിച്ചു, ഈ ഒബിസിറ്റി ഇന്ത്യയുടെ ശരാശരി എന്ന് പറയുന്നത് 100-8 പേർക്ക്, പക്ഷെ കേരളത്തിൻ്റെത് 128 പേർക്ക് ഒബിസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അത് കുട്ടികളാണെങ്കിൽ 30 പേര്. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഈ ഒബിസിറ്റി പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലുള്ള പ്രൊഡക്റ്റുകൾ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതുപോലെ നമ്മളിത് ഡോക്ടറിനെ നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ടല്ലേ, ഡോക്ടേഴ്സ് ഉണ്ട് നമുക്കിപ്പോ നിലവിൽ നമ്മുടെ സ്ഥാപനത്തില്. അപ്പോ എന്തായിരിക്കും അതിന്റെ റീസൺ എന്തായിരിക്കും? അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഒരു ഉൽപ്പന്നം വിജയിക്കുന്നത്. അതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ ഒരു സൊല്യൂഷൻ, വി ആർ സെല്ലിംഗ് സൊല്യൂഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു എക്സാക്ട് വേർഡായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഞാൻ ഈ നാച്ചുറൽ പ്രൊഡക്ട്സുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തതും പ്രിഫർ ചെയ്യുന്നതും നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിട്ട് പോകണം എന്നുള്ളത് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ നോളജ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ളവരുടെ ഫുഡ് ഹാബിറ്റ് ഒന്നും അത്ര കറക്റ്റ് അല്ല, ജീവിതശൈലി ശരിയല്ല, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ് നമ്മുടെ എല്ലാ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം. സാർ ചോദിച്ച പോലെ ഒബിസിറ്റി ആണെങ്കിലും മറ്റ് എന്ത് പ്രശ്നങ്ങളാണ്, ഇപ്പോൾ ഡയബറ്റിസ് പോലുള്ള ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് എല്ലാവരിലും നമുക്കിത് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു മേജർ പ്രോബ്ലം ആണ്. എല്ലാവരും വാരി വലിച്ച് ഭക്ഷണം, എല്ലാവർക്കും ചിന്തയുണ്ട് ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാവോ, നമ്മുടെ പ്രൊഡക്റ്റിന് സൈഡ് എഫക്ട് ഉണ്ടാവോ. ഈ ഇത് വണ്ണത്തിന്റെ പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പലർക്കും പല സൈഡ് എഫക്റ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. PCOD ഒക്കെ മരുന്നുകളുണ്ട് അല്ലേ, നമ്മള് അത് സപ്ലിമെന്റ് ആണോ, അത് ആയുർവേദിക് സപ്ലിമെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട് ഉണ്ടോ, എന്തെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ടോ? ശരിക്കും ഇല്ല, സൈഡ് എഫക്ട്സിലുള്ള പ്രൊഡക്റ്റുകളല്ല നമ്മുടെതെല്ലാം വരുന്നത്. നമ്മൾ ആയുർവേദിക് ജനറൽ വെൽനസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇപ്പൊ സാർ ചോദിച്ച പോലെ ഇപ്പൊ ഒബിസിറ്റി ഒരു മേജർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒബിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒബിസിറ്റി ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് പറയാം, ഒരു അവസ്ഥയാണല്ലോ. അതായത് നമുക്ക് ഒരു ദിവസം ഒരു മനുഷ്യന്, ഒരു ഹ്യൂമന് ഡിപ്പെൻസ് ഓൺ വെയിറ്റ്, ജെൻഡർ ഒക്കെ അനുസരിച്ച് എല്ലാവരും വ്യത്യസ്തമായിരിക്കും. ഒരു 2000 കലോറീസ് മതി ഒരാൾക്ക് ഒരു ദിവസം റൺ ചെയ്യാൻ. ഒരു ദിവസം പ്രോപ്പർ ആയിട്ട് നാച്ചുറൽ ആയിട്ട് റൺ ചെയ്യാൻ നമുക്ക് 2000 കലോറീസ് മതി എന്നിരിക്കട്ടെ. അത് ആളുകളുടെ ഹൈറ്റും വെയിറ്റും ജെൻഡറും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 1500 ആയിരിക്കും, 2000 ആയിരിക്കും. ഞാനൊരു എക്സാമ്പിളിന് 2000 കലോറീസ് ആണ് നമുക്കൊരു ദിവസം വേണ്ട ആവശ്യമായിട്ടുള്ള കലോറി എന്നിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്?
ധാരാളം കഴിക്കും. 3 നേരം 5 നേരം 6 നേരം ഒക്കെ കഴിക്കും. കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മൈദ, ഷുഗർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. മൈദ ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊറോട്ട ഒഴിച്ചുകൂടാനേ പറ്റില്ല. പിന്നെ അതുപോലെ അരിഭക്ഷണം കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ ഇതിലൂടെ നമുക്ക് ധാരാളം കാലോറീസ് ശരീരത്തിലേക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ പഴയ കാലത്തിൽ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ അധ്വാനങ്ങളുണ്ട്, ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ധാരാളമായിട്ടുണ്ട്. ഇന്നത്തെ അത്ര സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നന്നായിട്ടില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ ധാരാളം ഉണ്ടായിരുന്ന സമയത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഈ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആയിരുന്നു. ഈ ആവശ്യത്തിന് നമുക്ക് കാലോറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഓട്ടോമാറ്റിക് ബേണായി പൊയ്ക്കോളും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം നോക്കൂ, നമ്മളെല്ലാവരും പുതിയൊരു ജീവിത രീതിയിലോട്ട് മാറി. അന്നത്തെ പോലുള്ള അധ്വാനിച്ചിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം മാറിയില്ലേ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറി. അപ്പൊ നമുക്ക് ഇത്രയും കാലോറീസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഈ പറയുന്നത് നമ്മൾ പോലും ആവശ്യത്തിൽ കൂടുതൽ കാലോറീസ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവുന്നല്ലേ ഉണ്ട്. അപ്പൊ ഇത്രയും കാലോറി നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ വിനിയോഗിച്ച പ്രശ്നം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ധാരാളം ഇപ്പൊ 2000 കലോറിയാണ് വേണ്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. 2000 കലോറി ഡെയിലി ശരീരത്തിലോട്ട് പോകുമ്പോൾ ഈ 2000 കലോറിനെ തന്നെ നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസ് ചെയ്യേ, പിന്നെ ഒന്നുമില്ലെങ്കിൽ നടക്കാൻ പോവേ, അല്ലെങ്കിൽ ജിമ്മിൽ പോവേ, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ കലോറി ബേൺഔട്ട് ആവും. ബേൺഔട്ട് ആയി കഴിയുമ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നില്ല ബോഡിയിൽ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള എക്സസ് കാലോറീസ് ഉണ്ടല്ലോ, എക്സസ് കാലോറീസിനെ ബോഡി സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് രൂപത്തിലായിട്ടാണ്. നമ്മുടെ ബോഡി ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫാറ്റ് ആയിട്ടാണ്, ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബോഡി ഇത് നല്ല ഉദ്ദേശിച്ച് ചെയ്യാണ്. നാളെ ഇവന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഇവൻ റൺ ആവണല്ലോ. നമ്മൾ 10 ദിവസം പട്ടിണി കിടന്നാലും നമ്മൾ തട്ടിപ്പോകില്ലല്ലോ. നാളെ നമ്മുടെ എനർജി ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ബോഡി എന്ത് ചെയ്യും, ഈ ഫാറ്റിനെ തന്നെ എടുത്തിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കത് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ബോഡി ഈ രീതിയിൽ ഫാറ്റ് രൂപത്തിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ശരീരത്തിന്റെ പല ഡിഫറെന്റ് ഏരിയയിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. വയറിൽ ധാരാളം സ്ഥലമുള്ളത് വയറിൽ ധാരാളം സ്ഥലം ഉള്ളതുകൊണ്ട് വയറിൽ ധാരാളമായിട്ട് ഫുഡ് നമ്മൾ ഫാറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതിൽ മാത്രമല്ല, കൈ മസിൽസിന്റെ അവിടെ, കവിളിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത്, ചെസ്റ്റിന്റെ ഭാഗത്ത്, കാലിന്റെ തൊടയെടുക്കുകളൊക്കെ ആയിട്ടൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുക. അപ്പൊ ഈ ഫാറ്റിനെ നമ്മൾ കളയണം. ഈ ഫാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഡെയിലി കഴിക്കുന്നുമുണ്ട്. ഇന്ന് 2000 കലോറി കഴിച്ചു, നാളെയും 2000 കലോറി കഴിച്ചു, മറ്റന്നാളും 2000 കലോറി കഴിച്ചു. പക്ഷെ നമുക്കൊരു 1500 കലോറി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഈ 500 കാലോറീസ് എക്സസ് അല്ലേ? എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറയാണ്. കൂടുതൽ ഇതിന് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്താൻ പോയാൽ നമ്മൾ അതിന് അധീനപ്പെട്ട ആളല്ല. പക്ഷെ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറയാണ്. അപ്പൊ ഈ എക്സസ് കാലോറീസ് ഒക്കെ ഡെപ്പോസിറ്റ് ഫാറ്റ് ആയിട്ട് തന്നെ ബോഡി സ്റ്റോർ ചെയ്യും. അപ്പൊ ഇത് ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒബിസിറ്റി മാറും. ശരിയല്ലേ? അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വ്യായാമവും അളവിനുള്ള ഭക്ഷണവും പ്രോപ്പറായിട്ടുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലായാലും മാറുമല്ലോ. അതായത് ബോഡിയിൽ കാലോറി ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഫാറ്റ് കുറയും. ഈ ഫാറ്റ് കുറയുമ്പോൾ വയറും നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് കൊഴുപ്പെല്ലാം പോകും. നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഫാറ്റാണ് ഈ പ്രോബ്ലം, ഈ പ്രശ്നമാവുന്നത്. അപ്പോൾ കലോറി ഡെഫിസിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇല്ലില്ല. ഞാൻ ആള് പേഴ്സണൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനാണ് മടിയനായിട്ട് ഒരാഴ്ച 2 ആഴ്ച പോയി കഴിഞ്ഞാൽ ഞാൻ പരിപാടി നിർത്താറുണ്ട്. അല്ല, അതൊരു പൊട്ട ഹാബിറ്റാണ്, ഹാബിറ്റാണത്. പ്രോപ്പർ എക്സസൈസ് വേണം. നമ്മളുടെ ഈ വർക്ക് ഷെഡ്യൂളിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ടൈം കണ്ടെത്തണം. കാരണം നമ്മുടെ ബോഡീനെയാണ് നമ്മൾ ഏറ്റവും അധികം നമ്മള് കെയർ ചെയ്യേണ്ടത്. ഹെൽത്ത് ആണല്ല. സ്റ്റീവ് ജോസ് പോലെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കൂടുതൽ ടൈം പിന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അത് ഹെൽത്താണ്. നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമല്ലാതെ തോന്നും. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, ഹെൽത്ത് ഒരു പ്രോബ്ലം ആയി കഴിയുമ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ, ഇതാണല്ലോ പ്രശ്നം തോന്നും. ഹെൽത്താണ് വെൽത്ത്, അതില് മാറ്റമില്ല. ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നുണ്ട്. ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യും. കലോറി ബേൺഔട്ട് ആവുന്നതാണ്. പിന്നെ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ആയുർവേദ പ്രൊഡക്ട്സിലേക്ക് എത്തിയത്. ഇപ്പൊ നമുക്ക് എത്ര ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്? 20ഓളം പ്രൊഡക്ട്സ് ഉണ്ട് തോന്നുന്നു അല്ലേ? 10ഓളം പ്രൊഡക്ട്സുകളാണ് ഇപ്പൊ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. ഫോക്കസ്ഡ് ആയിട്ട് 10ഓളം പ്രൊഡക്ട്സ് ആണ്. അതെ അതെ, പ്രൊഡക്ട്സുകൾ പറഞ്ഞു.
നമ്മുടെ വെയിറ്റ് ലോസിൻ്റെത്, വെയിറ്റ് ഗെയിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, PCODയുടെ, പിന്നെ പൈൽസ്, ഡയബറ്റിക്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കൊളസ്ട്രോളിന്റെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കൊളസ്ട്രോളിനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആൾക്കാരിൽ ഒരു അജ്ഞത ഉണ്ടോ? ഇത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനിൽ സോൾഡ് ഔട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഓൺലൈൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓൺലൈനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒത്തിരി മെറിറ്റും ഉണ്ട്, ആസ് വെൽ ആസ് ഡീമെറിറ്റ്സും ഒത്തിരി ഉണ്ടാവും. അപ്പൊ ഈ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ട്രസ്റ്റ് വർത്തിനെസ് ആണ് അതിന്റെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ എക്സ്പെഷ്യലി കസ്റ്റമറോട് സംസാരിക്കുന്നതായിരിക്കും ഒരു, അല്ലെങ്കിൽ കസ്റ്റമറെ കൺവീൻസ് ചെയ്യിപ്പിക്കുന്നത്. ഭൂരിഭാഗം ഇതേപോലെ ഒരു ആങ്കർ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കും ശരി കൺവീൻസ് ചെയ്യാൻ എളുപ്പത്തിൽ നടക്കുക? അല്ല, അത് ആ കൺവീൻസ് ചെയ്യുന്നത് ഒരു ആംഗ്രി കസ്റ്റമറിനെ, അല്ലെങ്കിൽ ഒരു അല്ലേ, നമുക്ക് ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത ചിലർക്ക് വർക്ക്ഔട്ട് ആവാതെ വരാം. അപ്പൊ അങ്ങനെ ഒരു വരുന്നൊരു കസ്റ്റമറിനെ ആരായിരിക്കും ഇതിൽ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന? ആരായിരിക്കും മോസ്റ്റ്ലി ഈ പ്രോബ്ലത്തിലോട്ട് പോകുന്ന പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ആ വേരിയേഷൻസ് വരാത്തത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലോസിന്റെ ഒരു ഉൽപ്പന്നമാണെങ്കിൽ, വെയിറ്റ് ലോസിന്റെ നമ്മൾ ആയുർവേദിക് ക്യാപ്സൂളാണ്, ഹെർബൽ ക്യാപ്സൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരാളൊരു ക്യാപ്സൂൾ മാത്രം കഴിച്ചതുകൊണ്ട് വെയിറ്റ് കുറയില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഇൻസ്ട്രക്ഷൻസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ജീവിതചര്യകളുണ്ട്. അത് യഥാവിധി ഫോക്കസ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ആണ് വെയിറ്റ് കുറയുക. നമ്മൾ ക്യാപ്സൂൾ മാത്രമല്ല, നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് കുറയും. അതായത് ഈ ഞാനിപ്പോൾ സാറോട് പറഞ്ഞ പോലെ ഈ കലോറീസ് ഡെഫിസിറ്റ് സംഭവിക്കുക എന്നുള്ളതാണ്. ആയുർവേദ ക്യാപ്സൂളുകൾ ഉപയോഗിക്കുമ്പോൾ മെറ്റബോളിക് റേഷ്യോയിൽ വേരിയേഷൻ വരുത്തിയിട്ടാണ് ഫാറ്റ് കുറയുക. ഉയർന്ന മെറ്റബോളിക് റേഷ്യോ ആവുമ്പോൾ അവരുടെ ഫാറ്റ് ബേണിങ് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. അതിനോടൊപ്പം ഞങ്ങൾ ജസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് മാത്രം സെല്ല് ചെയ്യുകയല്ല, അവർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസുകളോട് കൊടുക്കും, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുള്ള ഫോളോ അപ്പുകൾ കൊടുക്കും. പിന്നെ അവർ ഡയറ്റ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ ആയുർവേദിക് ഡോക്ടറിന്റെ മോണിറ്റർ. ഈ കസ്റ്റമർ കെയർ ഒക്കെ നൂർജഹാന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഡേ ടു ഡേ ഓപ്പറേഷനിൽ വരുന്നതാണ്. അത് അവരുടെ ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതെല്ലാം ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെയിൽസ് ടീമാണ്. അവര് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നല്ല സപ്പോർട്ടീവാണ്. അവര് നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ആശയങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വെറുതെ അങ്ങ് സെല്ല് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അതിനൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമ്മുടെ ഉൽപ്പന്നം നൽകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നൽകുന്നുണ്ടെങ്കിൽ അവർ 4 പേരോട് റെഫർ ചെയ്യും. ആ റെഫറൽ ഓർഡർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പിന്നീട് കസ്റ്റമറാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ സ്റ്റാഫുകളാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സിൻസിയറായിട്ട് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മള് ഒരു സ്റ്റാഫിന് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു കപ്പിൾസിന് സ്റ്റാഫായിട്ട് എടുക്കും? ഞങ്ങളൊരു കപ്പിൾസിന് അതൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാൽ 2 വശമുണ്ട്. ഒന്ന് എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഞാൻ കൂടുതൽ എടുക്കുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ്. അതായത് കസ്റ്റമർ കെയർ ഹാൻഡിൽ ചെയ്യാന് നമ്മളെക്കാളും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലേഡീസ് ആണ്. ചിലപ്പോ ഒരാൾ കസ്റ്റമർ കെയറിലായിരിക്കും, ഒരാൾ അക്കൗണ്ട്സിലായിരിക്കാം. അങ്ങനെ എടുക്കുമോ നമ്മള്? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദോഷമുണ്ടോ ഗുണമുണ്ടോ? ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ കപ്പിൾ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കപ്പിൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് നല്ലതാണോ? അതായത് വേറൊരു എന്റർപ്രണറിന്റെ കീഴിൽ 2 കപ്പിൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് നല്ലതാണോ? എന്റർപ്രണറിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. എന്റർപ്രണറിന് നല്ലതാണ്. അത് നമ്മൾ ഈ ടോപ്പിക്കിന് വേണ്ടി പറയല്ല, എല്ലാരും അവരുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് മോസ്റ്റ് സക്സസ്ഫുൾ. പേഴ്സണൽ ലൈഫും ലാസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് ഇന്റർലിങ്ക്ഡ് ആണല്ലോ, നമുക്ക് ഇത് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. ബിസിനസ് മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പോവില്ല. പിന്നെ അവരെ നമ്മൾ എടുക്കുമെന്നുള്ളതിൽ എന്ത് നിന്റെ അഭിപ്രായം? സാറിന്റെ അഭിപ്രായം? സാറിനെ എടുക്കും? ഞാനാണെങ്കിൽ എടുക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് 2 ലീവ് വരും, അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്ങുകൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസിനെ ബാധിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് വർക്ക് കൾച്ചർക്ക് വരുമ്പോ ഉണ്ടാവുന്ന പല ഈഗോ ഇഷ്യൂസുകൾ വരാനുള്ള സാധ്യതയും കൂടും. സെയിം ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്നത് ഒട്ടും പ്രായോഗികമല്ല. പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ നമുക്ക് എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. സെയിം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും പ്രായോഗികം. എന്താണ്, എനിക്ക് എൻ്റെ ഒരു 10-15 വർഷമാണ് ഞാൻ HR മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത്.
ഞാനൊരു സെയിം ഡിപ്പാർട്ട്മെന്റില് നമ്മള് എക്സ്പെഷ്യലി കപ്പിൾസിന് എടുക്കില്ല, ഒരിക്കലും എടുക്കില്ല. അത് അഡാപ്റ്റീവ് ആവില്ല, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ അഡാപ്റ്റീവ് ആവില്ല. ഇൻ കേസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വെവ്വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് എടുക്കാം, അവിടെ പിന്നെ ബുദ്ധിമുട്ടില്ല. സെയിം ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കമ്പനി കൾച്ചർ അഡാപ്റ്റീവ് ആവാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഞാനത് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ടൊന്നും പറഞ്ഞിരുന്നതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കപ്പിൾ ആസ് ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് വശം നിങ്ങൾക്കൊന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ല അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോ ഹസ്ബൻഡിന് എന്റെ ബിസിനസ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, അതല്ലെങ്കിൽ വൈഫിന് എന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ്. നമ്മൾ പോസിറ്റീവ് വശങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ടു ബി ഹോണസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞ നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലെ എന്റെ ഫാദർ മദറും കൂടി ഒരുമിച്ച് ബിസിനസ് കൊണ്ടുപോയി കണ്ടു വളർന്നതാണ്. ചെറിയ രീതിയിൽ. അപ്പൊ എനിക്കത് കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനും ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവ് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാനുള്ള സാധ്യത കുറവാണ്. ഇയാൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു കാരണം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് 100% പ്ലസ്. ഞാൻ സാറ് ചോദിച്ചു, മാഡം ചോദിച്ചപ്പോൾ അതിങ്ങനെ ആലോചിക്കായിരുന്നു. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നാനില്ല. ഇപ്പൊ ആള് പറഞ്ഞ പോലെ എന്റെ ഫാദർ സാലറീഡ് ജോലി ചെയ്യുന്ന, ഞാനൊരു ജോലിക്കാരന്റെ ഒരു മകനായിട്ട് വളർന്ന ആളാണ്. എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ബേസിക്കലി ഇല്ല. എന്റെ ഇതിന് വലിയൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. പക്ഷെ ആള് അത് കണ്ടു വളർന്നതാണ്. ആളുടെ വാപ്പായും ഉമ്മായും അതെ അവരും നല്ല റാപ്പാണ്. അപ്പൊ ഒന്നിച്ചായിട്ട് ഒരുമിച്ച് സക്സസ് ആയിട്ട് കണ്ടു വളർന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആൾക്ക് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത്. അതുകൊണ്ടായിരിക്കും കണ്ടതുകൊണ്ടാണ് എനിക്കും ബിസിനസ് ആക്സെപ്റ്റ് ആയത്. അല്ലെങ്കിൽ ചിലപ്പോ നമുക്കും ജോലി മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകും. ഇപ്പൊ എല്ലാരും മാറി. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ടൈമിലൊക്കെ എല്ലാരും ജോലിക്കാരനെ കല്യാണം കഴിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ. അത് ഇപ്പൊ മാറി. ഇപ്പൊ എല്ലാരും ബിസിനസ്സുകാരിലോട്ട് മാറി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവര് ഇതാണ് തുണി ബിസിനസ് ആയിരുന്നു. അപ്പൊ അതില് അവര് രണ്ടുപേരും കൊറേ ബിസിനസ് ഇതുപോലെ അവര് പൊളിഞ്ഞു ലാസ്റ്റ് ഇതിലെത്തിയതാണ്. അപ്പൊ അവര് ഷോപ്പല്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും കൈപിടിച്ച് പോയതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവര് കുഴപ്പമില്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ അതിലൊരാള് കുറ്റം പറയാനോ നീ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ പോയിരുന്നെങ്കിൽ അന്ന് ചിലപ്പോ അവര് ഇതുപോലെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ല, അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന തോട്ട്സും ചെറുപ്പകാലം തൊട്ട് കിട്ടുന്ന തോട്ട്സ് ഒക്കെ അതിൽ വലിയൊരു ഇൻപുട്ട് ആയിരിക്കും. നമ്മുടെ ഈ നേച്ചർ ഫ്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വലിയൊരു ഇൻപുട്ട് ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അങ്ങനെ പോകേണ്ട ഒരു ഹാർമോണി അവിടെ ക്രിയേറ്റ് ചെയ്യണല്ലോ. അങ്ങനെ പോകേണ്ട ഒരു കാര്യമാണ്. അതൊരു വലിയൊരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവും. അല്ല, പിന്നെ എനിക്ക് തുടക്കത്തിലെ സ്റ്റാർട്ടിങ്ങിൽ ഫിറോഷ് പറഞ്ഞ ഒരു പോയിന്റ് അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കപ്പിൾസ് അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനേക്കാൾ കൂടുതൽ പെർസെന്റേജ് ഫ്രണ്ട്ഷിപ്പിന് വരുമ്പോഴാണ് അവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നത് തോന്നുന്നു. അല്ല, എനിക്ക് തന്നെ തോന്നുന്നേ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എസെൻസ് ഇല്ലെങ്കിൽ ഒന്നും സക്സസ് ആവില്ല എന്ന് തോന്നുന്നതാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എസെൻസ് എപ്പോഴും അത് കപ്പിൾ പ്രണേഴ്സ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എസെൻസ് ഉണ്ടാവണം. എസ്പെഷ്യലി കപ്പിൾ പ്രണേഴ്സിന്റെ കാര്യത്തില് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റും പല കാര്യങ്ങളും. കപ്പിൾ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട്ലി ബിൽഡാവും. ഞാനാണ് സുപ്പീരിയർ, നീയാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ എടുക്കുന്നു, ഞാൻ എടുത്ത കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെയിം ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലെയിം ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോവാം. പക്ഷെ ഇതൊരു ഫ്രണ്ട്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ആയിട്ട് അത് മാറുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്കതൊരു പ്രോഗ്രസീവ് ആയിട്ട് നമുക്ക് ചെയ്യാനും അതൊരു ബാക്ക് ഫയർ ആവാതിരിക്കാനും നമുക്ക് ശ്രമിക്കാൻ പറ്റും. രണ്ടുപേരും ഈക്വലി അവരിപ്പോ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആകുമ്പോഴും റെസ്പോൺസിബിലിറ്റീസ്, കടമാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു എൻജോയ്മെന്റിൽ നമുക്കത് ഇതാക്കാനായിട്ട് പറ്റുന്നുണ്ട് തോന്നിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ആ ഒരു ഹാപ്പിനെസ് തന്നെയാണ് നമുക്ക് എന്ത് റിലേഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും കൊണ്ടുനടക്കാനായിട്ട്. ഇപ്പൊ കപ്പിൾസ് മാത്രമല്ല, ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സിനാണെങ്കിൽ തോന്നുന്നു നമ്മുടെ പോരായ്മ
നിയമങ്ങളും, അതായത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാന്നുള്ളത്. അത് ഐദർ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, നമുക്കൊരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. അപ്പൊ നമ്മൾക്കിപ്പോ ഞാനൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസ് ഇന്നാളെ ഹാൻഡിൽ ചെയ്യുന്നു, ഫിനാൻസ് ഇന്നാളെ ഹാൻഡിൽ ചെയ്യുന്നു, ഓപ്പറേഷൻ ചെയ്യുന്ന ആൾ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഫ്ലോപ്പ് ആവും നമുക്കറിയാം. അതിന് നല്ലൊരു ഫ്രണ്ട്സിനെയാണ് അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓൺട്രപ്രണറിയൽ സെൻസിലാ പറയുന്നത്, നമ്മളൊരു എംപ്ലോയിഡ് അല്ലല്ലോ. അപ്പൊ ആ ഒരു സെൻസിൽ അങ്ങനെയായിരിക്കും കൂടുതൽ നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്റെ കാര്യം നിങ്ങൾ ചെയ്യും, എന്റെ കാര്യം ഞാൻ ചെയ്യും, അല്ലെ? അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തോന്നുന്നുണ്ട്. തീർച്ചയായും. പിന്നെ പറഞ്ഞാൽ നമ്മള് രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളത് അത് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സോളാണ്. ആൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവും, എനിക്കൊരു വ്യക്തിത്വം ഉണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആളുടെ എക്സ്പീരിയൻസിലാണല്ലോ ആളെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ചിന്തിച്ചാൽ മതി. എന്നെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ആളെ ചിന്തിച്ച് കഴിഞ്ഞാൽ ബിസിനസ് കഴിഞ്ഞു. അതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിട്ട്. ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പിന്നെ ബിസിനസിന് പുറമേ ഉള്ള പേഴ്സണൽ ടൈമും ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ 24 hours ഒന്നിച്ചാണ്. ഇപ്പൊ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പേഴ്സണൽ ബ്രേക്ക് എടുക്കുകയാണെങ്കിലോ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അതും ഒന്നിച്ചാണ്. എനിക്ക് ആളില്ലെങ്കിൽ എന്റെ ഒരു പേഴ്സ് എന്തോ മറന്നു വെച്ച പോലെയോ ഒരു ഹാൻഡ് ബാഗ് എന്തോ മിസ്സായ പോലെ അങ്ങനത്തെ ഒരു ഫീലാണ്. ആളില്ലാതെ ഒരു ട്രിപ്പ് അല്ലല്ല, ആള് ഇരിക്കുക ഞാൻ പറയില്ല. തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പോളിഷ്ഡ് ആയിട്ട് ഒന്നുമില്ല. ഫ്രാങ്ക് ആണ്, ഒന്നാമത് ഫ്രാങ്ക് ആണ്. അപ്പൊ ആള് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആളിങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, ഷോർട്ട് ടെമ്പേർഡ് ആണ്. അവരെ മൂഡ് സ്വിംഗ് ഒക്കെ നോക്കി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ കാണുമ്പോ ഞാനാണോ വിചാരിക്കുന്നത് ആള് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയല്ല, തെറ്റിദ്ധാരണയാണ്. ചിരിച്ചിരിക്കുന്ന ആളല്ലേ, ഷോർട്ട് ടെമ്പർ ആണ്, പെട്ടെന്ന് ടെമ്പർ ആവും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവും, നമ്മുടെ ഉള്ളിലുള്ള ഫ്രണ്ട്ഷിപ്പും ഇഷ്ടവും ഉള്ളതുകൊണ്ട്. പറഞ്ഞ പോലെ ഷോർട്ട് ടെമ്പേർഡ് ആണോ ആള്? ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ സാറിന് തന്നെ ഞാൻ ചോദിക്കുകയാണ്, കാരണം ഇപ്പൊ മാമിനോട് ഒരു ദേഷ്യം വന്നാ അത് നമ്മള് പോളിഷ്ഡ് ആയിട്ട് കടിച്ചമർത്തി ഇരിക്കുന്ന അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നതാണ് എന്റെ ഒരു ഇത്. പറഞ്ഞ അത് ആ ഫീലിംഗിൽ തന്നെ തീർക്കണമെന്നാണ് എന്റെ ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഇത് വെച്ച് 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 അവസാനം വലിയ സ്ഫോടനായിട്ട് ശരിക്കും നമുക്ക് ഈ കപ്പിൾ എന്റർപ്രണർ ആവാനുള്ളത് അല്ലെങ്കിൽ കപ്പിൾ പ്രണേഴ്സ് ആവാനുള്ളവരുടെ എന്തെങ്കിലും ഒരു സജഷൻസോ അഡ്വൈസോ കൊടുക്കാനുണ്ടോ? എൻ്റെ അടുത്ത് പലരും വന്ന് പറയാറുണ്ട്, നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വന്ന് പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വൈഫായിട്ട് ഒരു ബിസിനസ് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബേർഡൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരടുത്തുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഒരു കപ്പിൾ പ്രണർ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതായത് കപ്പിൾ പ്രണേഴ്സ് ആവണം എന്നുള്ളവർക്കുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ എന്റെ അഡ്വൈസ് ഉണ്ടാവുന്നത്. എന്റെ എക്സ്പീരിയൻസ് പോലെ ആവണം എന്നില്ല എല്ലാവരുടെയും എക്സ്പീരിയൻസും. എല്ലാവരുടെയും ലൈഫ്, ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ റാപ്പോ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. എല്ലാം നല്ല റാപ്പോ എല്ലാം നല്ലതാണ്. അവരൊന്നും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഗോ ഹെഡ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഹൈലി സക്സസ്ഫുൾ ആയിരിക്കും. എനിക്ക് അറിയുന്നവരിലും, എനിക്ക് പേഴ്സണലി അറിയുന്നവരിലും വലിയ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ഷോപ്പോ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നമ്മുടെ പരിചയത്തിലുള്ള അച്ഛനും അമ്മയുമാരോ അവരെയൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അവര് ഐക്യകണ്ഠേന ഒന്നിച്ച് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം സക്സസ് ആയിരിക്കും. അത് നമ്മൾ പുറത്തുനിന്ന് ഒരു പാർട്ട്ണറെ എടുത്ത്, നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ലോസ് ഉള്ള സമയത്ത് പാർട്ണർഷിപ്പ് നല്ലതാണെന്നും പ്രോഫിറ്റ് ആകുന്ന സമയത്ത് അയ്യോ എന്റെ പ്രോഫിറ്റ് ഞാൻ ഷെയർ ചെയ്യണല്ലോ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിൽ തന്നെ ആവുമ്പോ ഇപ്പൊ നമ്മൾ ഒരുമിക്കും നമ്മൾക്കായിട്ടൊരു കുഞ്ഞുണ്ടാകുന്ന കുഞ്ഞിനെ വളർത്തുന്ന പോലെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമ്മള് രണ്ടുപേരും ഒന്നിച്ച് നമ്മുടെ ഒരു മക്കളെ പോലെ നമ്മളെ സ്ഥാപനം നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ ജീവൻ തന്നെ കൊടുത്തിട്ടാണ് നമ്മളൊരു സ്ഥാപനത്തിന് കാണുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഹൈലി സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ അല്ലാത്തവരോടും അങ്ങനെ ട്രൈ ചെയ്യുന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒരു റിസ്ക് ഒക്കെ എടുക്കുക. രണ്ടുപേര് ഈ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ വരുമോ, പിന്നെ ഫാമിലി റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ ഒക്കെ വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് മടിച്ച് നിൽക്കുന്നതിന് പകരം
രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഇത് സക്സസ്ഫുൾ ആയിരിക്കും. അതങ്ങനെ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നിച്ച് നമ്മൾ ഒരേ ലക്ഷ്യത്തില് ഒരേ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചിന്താഗതികൾ ഒരേപോലെ പോകും. അപ്പൊ നമ്മുടെ പേഴ്സണൽ റാപ്പോയും കൂട്ടും, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഒന്നും കൂടി അത് ഊട്ടി ഉറപ്പിക്കും. നമുക്ക് ഈഗോസ്റ്റിക് അല്ലാതെയായിട്ട് മാറും. പിന്നെ ഇങ്ങനെ ഒരു കപ്പിളായിട്ട് സ്ഥാപനം നടത്തുന്നവർ പിരിഞ്ഞവരില്ല എന്ന് ഞാൻ പറയില്ല. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിൽ വരുമ്പോൾ പിരിയുന്നതുകൊണ്ട് തെറ്റില്ല എന്നുമാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ പിരിയാനുള്ള സാധ്യതകൾ കുറവായിരിക്കും, കൂടുതലും കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇയാളുടെ അഭിപ്രായം? അതെ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരാനാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് വേണം. ഫ്രണ്ട്ഷിപ്പ് ഇല്ല, രണ്ടുപേരും രണ്ട് ചിന്താഗതിയാണെങ്കിൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അതെ, പക്ഷെ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, രണ്ടുപേരും ഒരേ രീതിയിൽ പോവാണെങ്കിൽ പേഴ്സണൽ ലൈഫും സ്മൂത്ത് ആയിരിക്കും, ബിസിനസ് ലൈഫും സ്മൂത്ത് ആയിരിക്കും. 24 മണിക്കൂർ തന്നെയാണ്. അതിങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനത് ഇതേ ചോദ്യം നിങ്ങളോട് തിരിച്ചു വെച്ചോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? സ്നേഹിക്കുമ്പോൾ തന്നെയായിരിക്കും അഭിപ്രായം. എന്താണെങ്കിൽ അതൊരു വലിയൊരു സക്സസ് പോയിന്റ് ആണ്. എന്താണെങ്കിൽ ഇപ്പൊ എനിക്കറിയാവുന്ന മേഖലയുണ്ട്, എനിക്ക് ഫിറോഷിന് അറിയാം, എനിക്കറിയാവുന്ന മേഖലകൾ ഉണ്ടായിരിക്കും, അത് സ്നേഹിക്കറിയാവുന്ന മേഖല ഉണ്ടായിരിക്കും. സ്നേഹിക്കറിയാവുന്ന മേഖലയിൽ ഞാൻ കൈകടത്താറില്ല, അത് എനിക്കറിയാവുന്ന മേഖലകളിൽ സ്നേഹം വരാറില്ല. അപ്പൊ അത് നല്ലൊരു കപ്പിൾ പ്രണേഴ്സ് ആവുന്നത് നല്ലൊരു കാര്യമാണ്. രണ്ടുപേർക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും സെയിം സ്കിൽ സെറ്റ് ആണെങ്കിൽ അവിടെ അത്ര യൂസ്ഫുൾ ആവില്ല. രണ്ടുപേർക്കും രണ്ട് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു കപ്പിൾ പ്രണർ ആവുന്നതിൽ ബുദ്ധിമുട്ടില്ല, നല്ലതാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്ത് ഫേസ് ചെയ്യാനുള്ള ഒരു മനോഭാവം വേണം. എന്ത് ഫേസ് ചെയ്യാം. ഫാമിലിയിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റേ സൊസൈറ്റിയിൽ നിന്ന് വരാൻ ചിലപ്പോൾ പ്രശ്നങ്ങൾ. അത് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും റിസൈൻ ചെയ്തിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരാൾ റിസൈൻ ചെയ്തിട്ട് രണ്ടുപേരും ഒരാൾ റിസൈൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊന്നും ഫാക്ട് ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കുന്നവനെയാണ് സക്സസ് ആവുള്ളൂ. റിസ്ക് എടുക്കാതെ ഞാനൊരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബിസിനസ് ചെയ്യാം, ഒരാള് ജോലി റിസൈൻ ചെയ്യുക, അങ്ങനെ ചെയ്യുക. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല. കംഫർട്ട് സോണിലുള്ള മനുഷ്യൻ പുറത്ത് കിടക്കുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് സക്സസ് ആവുന്നത്. അപ്പൊ കപ്പിൾ പ്രണേഴ്സ് ആവുന്നത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 24 മണിക്കൂർ എന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുള്ള ഒരാളാണ്. എന്താണെങ്കിൽ ഞാൻ വളരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളാണ്. നമുക്കൊക്കെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ബിസിനസ്സിന് നമ്മൾ സമയം കണ്ടെത്തുന്നു, ഫാമിലി ലൈഫിന് ഫാമിലി ടൈം നമുക്ക് കുറച്ചുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട്, ഒത്തിരി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, പഠിക്കാൻ വേണ്ടി ടൈം ഗെയിൻ ചെയ്യാൻ. ഇപ്പൊ അതേപോലെ ഓരോരുത്തർക്കും ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ, അതൊരു നിശ്ചിത ഒരു ഷെഡ്യൂൾ, ഒരു വരച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ മോഡൽ അല്ലാതെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 24 മണിക്കൂറും വൈഫിന്റെ കൂടെ തന്നെ അതിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുള്ള ഒരാളാണ് പേഴ്സണലി പറയുന്നത്. അഭിപ്രായം അല്ല, എനിക്ക് തോന്നുന്നത് മാനിഫെസ്റ്റേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊരു ഡ്രീമിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ രണ്ടുപേരും ഒരുമിച്ച് ഒരു റീസണ് സെയിം ടൈമിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഫാസ്റ്റ് ആയിരിക്കും. അതായത് ഇത്ര ഗ്യാപ്പ് ഉള്ളത് ഒറ്റയടിക്ക് ഇത്ര ഗ്യാപ്പിലായിട്ട് നമുക്ക് കിട്ടും. അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് അതുപോലെ വർക്ക് ചെയ്തില്ല. അതായത് ആ ഒരു കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫിന് ഇമ്പോർട്ടൻസ്, ആ റിലേഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം കൂടിയിട്ട് ചെയ്തിട്ട് ഓരോ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് സഫലീകരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈവൻ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, അത് ഈക്വലി ഷെയർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ദൂരം ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഞാനത് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ അല്ല പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് പലരും പറയുന്നത് കേരളത്തെ ഒരു സംരംഭക ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നുണ്ട്, ബിസിനസ് ഫ്രണ്ട്ലി അല്ല. എനിക്കൊക്കെ അതിനോടൊക്കെ യോജിപ്പുള്ള ഒരാളാണ്. പല സ്ഥലത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ബിസിനസ് തുടങ്ങാൻ താല്പര്യം, ബിസിനസ് ഒരിക്കലും ഒരു പാഷനേറ്റ് ആയവർക്ക് മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരാളാണ്. ഈ കപ്പിൾ പ്രണേഴ്സ് തന്നെ ഒരാൾക്ക് എംപ്ലോയിഡ് ആവാനാണ് താല്പര്യം,
ഒരാൾക്ക് അങ്ങനെ വന്നാൽ അത് സക്സസ് റേറ്റ് കുറയാനാണ് സാധ്യത കൂടുതൽ. അത് രണ്ടുപേർക്ക് ബിസിനസ്സിനോട് പാഷനേറ്റ് ആണെങ്കിൽ 100% 1000% അത് സക്സസ്ഫുൾ ആണെന്ന് തോന്നിയില്ല. പിന്നെ ഇതേപോലെ പോരായ്മകളൊക്കെ ദൂരതരമായി പോയത് നിങ്ങളൊക്കെ എന്തോരം പോരായ്മകൾ. അതുപോലെ നേരത്തെ സാർ ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല പ്രോപ്പറായിട്ട്. അത് തിരിച്ചു ചോദിക്കുക. പിന്നെ മൈനസ് ആയിട്ട് എന്താ മാഡത്തിന് തോന്നുന്നത് കപ്പിൾ പ്രണേഴ്സ്, അതായത് ചെയ്യുമ്പോൾ മൈനസ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം? തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഫാമിലി ടൈം കുറച്ച് കുറവായിട്ട് കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് ചിലപ്പോ നമ്മള് ഭയങ്കര ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് വീട്ടിലെത്തേണ്ടി വരും. 12 മണിയാവും, ചിലപ്പോ 10 മണിയാവും, അങ്ങനെ ചിലപ്പോ അടുപ്പിച്ച് ഒരുമിച്ചാണ് കഴിയുന്നെങ്കിൽ പോലും ടൈം കിട്ടാത്ത പോലെ. കാരണം നമ്മള് ബിസിനസ് കാര്യങ്ങളാണ് അവിടെ, പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ ഡിസ്കസ് ചെയ്യുന്നതും. അപ്പൊ നമ്മുടെ പേഴ്സണൽ അതിന് വീക്കിലി ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു വീക്കിലി ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോ ഷെഡ്യൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും. എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം മറ്റൊരു കാര്യമാണ്. അതായത് പേഴ്സണൽ ടൈമിന്റെ കാര്യം സ്നേഹ പറഞ്ഞതുണ്ട്, അബ്സല്യൂട്ട്ലി ഉണ്ട്. ഒരു കപ്പിൾ പ്രണേഴ്സ് ആകുമ്പോൾ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഗെയിൻ ചെയ്യണം. എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വരണം. എനിക്ക് പാർട്ട്നേഴ്സ് വേറെ രണ്ടാളാണെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിന്ന് മാത്രമാണ് ഇവിടെ ഒരു ഫണ്ട് പൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫണ്ട് പൂൾ ചെയ്യാൻ എനിക്ക് അവിടെ നിന്ന് മാത്രമേ പറ്റുള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളൊരു ഫാമിലി ഉണ്ട്, അവർ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രോങ് ആയിരിക്കും എന്റെ ഒരു പാർട്ട്ണർ. അവർക്ക് ഫണ്ട് പൂൾ ചെയ്യാനുള്ള ഒരു ഇനഫ് റിസോഴ്സ് ഉണ്ടായിരിക്കാം, എനിക്കില്ലെങ്കിൽ പോലും. അപ്പൊ ഫണ്ട് പൂളിങ്ങിനെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രോപ്പർ മെത്തേഡുകളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ള പിച്ചിലൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഷെയർ ഡൈല്യൂട്ട് ചെയ്യാൻ. എനിക്കൊരു വേറൊരു അഭിപ്രായം ഉള്ളത്, ഫണ്ട് പുഷ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പുറത്തുനിന്നൊരു പാർട്ട്ണറിനെ എടുക്കണമെങ്കിൽ ഫണ്ട് എടുത്താൽ പോരെ. പാർട്ട്ണറിന് ഫണ്ട് കിട്ടാത്ത സാഹചര്യം ആണെങ്കിലോ, ഫണ്ട് കിട്ടാത്ത സാഹചര്യം വരികയാണ്. ഒരു സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഫണ്ട് ഗെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ലോൺ അവൈൽ ചെയ്യാൻ പറ്റാത്തവരാണ്, ലോൺ കിട്ടാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടിന് വേണ്ടി മാത്രം ഒരാൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ടൈമില് ഫണ്ട് ബിസിനസ് ഓപ്പറേഷൻസിന്റെ ടൈമിൽ പെട്ടെന്ന് ഒരു ഫണ്ട് ആവശ്യം. അപ്പൊ പലപ്പോഴും നമുക്ക് ചിലപ്പോ പൂൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ട്ണർ അത്രയും സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് പൂൾ ചെയ്യാൻ പറ്റും. അതെനിക്കൊരു വലിയൊരു മൈനസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു കാര്യം. ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളല്ലാതെ ഇതൊരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ എനിക്ക് പ്രത്യേകമായ ഒരു മൈനസ് പോയിന്റുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫാമിലി ടൈം സ്നേഹ പറഞ്ഞ പോലെ ഫാമിലി ടൈമിങ്ങിനെ കുറച്ച് പക്ഷെ അത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഫാമിലി ടൈം സെൻസ് ഞങ്ങളുടെ ഫാമിലി ടൈം ആവില്ലേ, നമുക്ക് കുട്ടി ഉണ്ടല്ലോ. അപ്പൊ കുട്ടിയുടെ അടുത്ത് ഞങ്ങൾക്ക് എത്താൻ പ്രോപ്പറായിട്ട് എത്താൻ പറ്റാത്തൊരു സമയം ഉണ്ടാവാം, മേ ബി ഉണ്ടാവാം. അപ്പൊ അതൊരു പക്ഷെ അവൾക്ക് അറിയാം, മനസ്സിലാക്കാനൊക്കെ പറ്റും. വർക്കാണ്, ബിസിയാണ്, അതായത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ടൈം സ്പെൻഡ് ചെയ്തില്ല, അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് തോന്നുന്നത് നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ. ഞാൻ മനസ്സിലാക്കി ഞങ്ങളുടെ എന്റെ ഒരു ബിസിനസ് നേച്ചറിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ സിസ്റ്റം അത് റൺ ചെയ്തോളും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫ്രീ ആണ്, കൂടുതലും പേഴ്സണലി ഞങ്ങൾ ഫ്രീ ആണ്. ആ സിസ്റ്റം ഞങ്ങൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സിസ്റ്റം ഓറിയന്റഡ് ആവണം. നമ്മുടെ ബിസിനസ് സിസ്റ്റം ഓറിയന്റഡ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്ഥാപനമാകുമ്പോ നമുക്ക് നമ്മുടെ ഒരു കണ്ണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേബിയാണ്. ആ ബേബിനെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു സ്റ്റേജ് കഴിഞ്ഞ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നൊക്കെ ഒരു പ്രോസസ് ഡ്രിവൺ ആയിരിക്കും പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയധികം സമയം നമ്മളോട് കൂടെ സ്പെൻഡ് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ പ്രൗഡാണ്. ഞങ്ങൾക്ക് പാലക്കാട് നിന്ന് ഇവിടെ വരെ വന്നു, തൃശ്ശൂർ വരെ വന്ന് നമ്മളോട് സംസാരിച്ചതിന് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആസ് എ കപ്പിൾ പ്രണർ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് റിവീൽ ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. കുറെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട്. അതെ അതെ. നിങ്ങൾ നിർത്തുന്നതിനേക്കാളും മുമ്പ് ഒരു ബിസിനസ് സീക്രട്ട് പറഞ്ഞു നിർത്താൻ പറ്റും? ബിസിനസിന് സീക്രട്ട് ഞാൻ ഈ സംസാരിച്ചതിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു. ബിസിനസിന് പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. നമ്മുടെ സൊസൈറ്റിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടോ, അതിനെ ബിസിനസ് ആക്കാൻ പറ്റുന്നുണ്ടോ, ബിസിനസ് ആയി സക്സസ് ആയി എന്നാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള അഭിപ്രായം. Okay, then thank you so much. Thank you. Yeah.